ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC GD MTS കംപ്ലീറ്റ് മാത്സിന്റെ ക്ലാസ്സുകളിൽ ഇന്ന് 5ാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് കണ്ട അത്ര ആൾക്കാർ സെക്കൻഡ് ക്ലാസ് കണ്ടിട്ടില്ല. അപ്പം ആസ് യൂഷ്വൽ ആൾക്കാരുടെ എണ്ണം കുറവാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങളത് കണ്ടു നോക്കുക. ഇങ്ങനൊരു ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല, മലയാളത്തിലെന്നല്ല, നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഏറ്റവും ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് കണ്ട് പഠിച്ചു വരുന്നവർക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. ഇന്ന് നമ്മൾ നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് പഠിച്ചു പോകുന്നവർ അതിൻ്റെ ലെവലിൽ സീരിയസ്നെസ്സിൽ പഠിച്ചു പോവുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ ആദ്യത്തെ ആ ഒരു 4 ക്ലാസ്സുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ബേസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസ് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലോട്ട് പോവാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് അടുത്ത പഠിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഏകലവ്യ ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു തമ്പനയിലുള്ള 41 മിനിറ്റുള്ള സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട് ഇൻ സെക്കൻഡ്സ് SSC ഏകലവ്യ ബാച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഇതാണ് നിങ്ങളുടെ ടാസ്ക് ആണ്, നെക്സ്റ്റ് ടാസ്ക് ആണ്. ഇതുവരെ 4 ക്ലാസ്സുകൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അടുത്ത കാണേണ്ട ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇത് മസ്റ്റായിട്ടും കാണേണ്ട ഒരു വർക്കാണ്, മസ്റ്റായിട്ടും കാണുക. അത് കമൻ്റായിട്ട് പറയുക, കണ്ടു കഴിഞ്ഞെങ്കിൽ അത് കമൻ്റായിട്ട് പറയുക, ആ വീഡിയോയുടെ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോട് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു പെട്ടെന്ന് 71ന്റെ സ്ക്വയർ വേണം. ഇപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഗുണം 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറിൻ്റെ കാര്യം നമ്മൾ ഡെയിലി എഴുതുന്നതാണ്. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി എഴുതുന്നതാണ്. 4ന്റെ സ്ക്വയർ 16. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് ട്രിക്കുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64. നിങ്ങൾ ഡെയിലി എഴുതുന്നതാണ്. 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 ആണ്. 11ന്റെ സ്ക്വയർ 121 ആണ്. 12ന്റെ സ്ക്വയർ 144 ആണ്. 13ന്റെ സ്ക്വയർ 169 ആണ്. 14ന്റെ സ്ക്വയർ 196 ആണ്. 15ന്റെ സ്ക്വയർ 225 ആണ്. 16ന്റെ സ്ക്വയർ 256 ആണ്. ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, അടുത്ത 3ന്റെ സ്ക്വയർ. അപ്പൊ ഇത് വരെ നോക്കുവാണെങ്കിൽ നമ്മളുടെ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2ന്റെ സ്ക്വയറിന്റെ കൂടെ ഇപ്പൊ 1ന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടി, 3 കൂട്ടിയാണ് 4 കിട്ടിയത്. ഇതിന്റെ കൂടെ നമ്മൾ 5 കൂട്ടിയാണ് 9 കിട്ടിയത്. ഇതിന്റെ കൂടെ 7 കൂട്ടിയാണ് 16 കിട്ടിയത്. ഇതിന്റെ കൂടെ 9 കൂട്ടിയാണ് 25 കിട്ടിയത്. ഇതിന്റെ കൂടെ 11 കൂട്ടിയാണ് 36 കിട്ടിയത്. ഇതിന്റെ കൂടെ 13 കൂട്ടിയാണ് 49 കിട്ടിയത്. ഇതിന്റെ കൂടെ നമ്മൾ എത്ര, 13ഉം 15 കൂട്ടിയാണ് 67 കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി, ഞാനിപ്പോൾ ഇത് രണ്ടും എടുക്കുവാണ്. അപ്പോൾ എനിക്ക് 5ന്റെ സ്ക്വയർ വേണം. 5ന്റെ സ്ക്വയർ വേണമെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തുള്ള നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. 5ന്റെ സ്ക്വയർ 25 എങ്ങനെയാണ് കിട്ടിയതെന്ന് ഞാൻ പറയാം. തൊട്ട് മുമ്പുള്ള നമ്പർ, 5ന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ എത്രയാണ്, 4. 4ന്റെ സ്ക്വയർ എത്രയാണ്, 16. അതിന്റെ കൂടെ എന്തൊക്കെയാണ് കൂട്ടിയേക്കുന്നത്, 9 കൂട്ടിയേക്കുന്നത്. ഇപ്പോൾ 9 എന്ന് പറഞ്ഞാൽ എന്താണ്, 4ഉം 5ഉം കൂടെ കൂട്ടുന്നത്. അങ്ങനെയാണ് 16 + 9 നമുക്ക് 25 വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ടോ, ഈ ഏരിയയിലോട്ട്. 13ന്റെ സ്ക്വയർ നമുക്കറിയാം 169. അപ്പോൾ എനിക്ക് 14ന്റെ സ്ക്വയർ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, 14ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള നമ്പറിന്റെ സ്ക്വയർ. അതായത് 13ന്റെ സ്ക്വയർ 169ഉം അതിന്റെ കൂടെ എന്തൊക്കെയാണ് കൂട്ടുന്നത്, 14ഉം അതിന്റെ തൊട്ട് മുമ്പുള്ള നമ്പർ. അപ്പോൾ 169 പ്ലസ് എത്രയാണ്, 14ഉം 13ഉം 27. 169ന്റെ കൂടെ 20 കൂട്ടി 189 196. നമുക്ക് 14ന്റെ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്തു, കിട്ടി. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്, 20ന്റെ സ്ക്വയർ 400 ആണ്. 30ന്റെ സ്ക്വയർ 900 ആണ്. 40ന്റെ സ്ക്വയർ 1600 ആണ്. 4ന്റെ സ്ക്വയർ എഴുതി 2 0 ഇട്ടു. 50ന്റെ സ്ക്വയർ 2500 ആണ്. 60ന്റെ സ്ക്വയർ 36, 2 0 ആണ് അല്ലെ. 60 × 60 മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങളെ ഞാൻ സെറ്റാക്കി തന്നെയാണ് 4 ക്ലാസ്സിൽ. അത് കാണാതെ ആരും മുന്നോട്ട് പോകണ്ട. ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ, ഫസ്റ്റ് ക്ലാസ് മുതൽ കണ്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാത്ത ആരും പോകണ്ട. ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ അതേ ഓർഡറിൽ കണ്ട് പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. 70ന്റെ സ്ക്വയർ എത്ര വരും, 49 0. ഇനി ഇപ്പൊ നമ്മൾ ഈ പഠിച്ച പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ പെട്ടെന്ന് 71ന്റെ സ്ക്വയർ വേണം. 71ന്റെ സ്ക്വയർ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 70ന്റെ സ്ക്വയറിന്റെ കൂടെ 71ഉം 70 കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ കണ്ടു ഇവിടെ ഇപ്പൊ 10ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 11ന്റെ സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 10ന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് ചെയ്യണം, ആ നമ്പർ 10 + 11 വേണ്ടുന്ന നമ്പരും അതിന് തൊട്ട് മുമ്പ് നമ്പരും കൂട്ടിയാൽ മതി. 10ന്റെ സ്ക്വയർ 100ഉം 100ന്റെ കൂടെ എത്രയാണ്, 21. 121 നമുക്ക് കിട്ടും. 11ന്റെ സ്ക്വയർ 11 × 11. ഇനിയാണ് നമ്മൾ 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് എന്താണെന്നുള്ള കാര്യം ആ വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാകുമ്പോൾ അതും സെറ്റായി. അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ സെറ്റാക്കി പോകാം.
70ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 70ന്റെ സ്ക്വയറിന്റെ കൂടെ 71 70 കൂട്ടിയാൽ മതി. 70ന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. 7ന്റെ സ്ക്വയർ 49 20 പ്ലസ് 141, അതായത് 5041 നമുക്ക് എന്ത് കിട്ടും? മനസ്സിലായി? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ഇതേപോലത്തുള്ള സ്ക്വയറുകളും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. 5041 കിട്ടും. ഇനി ഞാൻ 81ന്റെ സ്ക്വയർ ആണ് ചോദിക്കുന്നത്. 81ന്റെ സ്ക്വയർ ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 81 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 80ന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് ചെയ്യണം? 80ഉം 81 കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. 80ന്റെ സ്ക്വയർ 6400 ആണ്. അതിന്റെ കൂടെ 161 കൂട്ടണം. 6561. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇപ്പൊ സ്പീഡായെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ആ കാൽക്കുലേഷന്റെ എക്സസൈസ് ചെയ്യുന്ന കാര്യം നിങ്ങളടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത് ഇപ്പം 130ന്റെ സ്ക്വയർ വേണം. എനിക്ക് 130ന്റെ സ്ക്വയർ വേണം. അപ്പോൾ 130ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 130 131ന്റെ സ്ക്വയർ വേണം. 131ന്റെ സ്ക്വയർ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം 130ന്റെ സ്ക്വയർ വേണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 130 പ്ലസ് 131 കൂട്ടണം. 130ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13ന്റെ സ്ക്വയർ 169 ആണ്. പിന്നെ 2 0 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 130 ഇൻറ്റു 130. അപ്പോൾ 13 ഇൻറ്റു 13 169 2 0. അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? 130 131 261 കൂട്ടണം. ഇവിടെ എത്ര വരും? 61 169 രണ്ടും 171. അപ്പോൾ 171 61. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പർ നിങ്ങൾ വേറൊരു ട്രിക്കുകൾ ഉപയോഗിക്കേണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടുത്ത ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ 70ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം. 70ന്റെ സ്ക്വയർ അറിയാം, 4900 ആണ്. 71ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ കൂടെ 70 71 കൂട്ടുക, 141 കൂട്ടുക, അതായത് 5041. ഇനി 72ന്റെ സ്ക്വയർ വേണം. 72ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണോ തൊട്ട് മുമ്പുള്ള നമ്പറിന്റെ സ്ക്വയർ അതിന്റെ കൂടെ 71 72 കൂടെ കൂട്ടാം. 71 പ്ലസ് 72 എത്രയാണ്? 71 അധികം 72 143 ആണ്. ഓക്കെ, 143 140 പിന്നെ ബാക്കി 3. സ്പീഡിൽ ഞാൻ പറയുന്നതിന് കാരണം എന്താണ്? നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ 41 43 84 51 51 87. ഇനി 73ന്റെ സ്ക്വയർ വേണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കൂട്ടി പോകാം. 73ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 72ന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് ചെയ്യണം? 72 പ്ലസ് 73 145 എന്ത് ചെയ്യണം? കൂട്ടണം. 85 49 124 5 129 9 1 52 1 53 29. അടുത്ത 74ന്റെ സ്ക്വയർ വേണം. 74ന്റെ സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 73ന്റെ സ്ക്വയറിന്റെ കൂടെ 73 പ്ലസ് 77 147 കൂട്ടണം. 29 47 ഡയറക്റ്റ് ഇങ്ങനെ കൂട്ടാം. 69 76 ബാക്കി 51 54 54 76. ഇങ്ങനെ എന്ത് ചെയ്യാം? മുന്നോട്ട് കണ്ടുപിടിച്ച് പോകാം. അപ്പൊ ഇങ്ങനെ ചെയ്യണമെന്നല്ല, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള കുറച്ച് എളുപ്പവഴി. നമ്പേഴ്സ് എൻഡിങ് വിത്ത് 5 5 കൊണ്ട് അവസാനിക്കുന്ന നമ്പർ. ഇനി നിങ്ങൾ മാത്സിന്റെ ബേസ് ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് എടുക്കുക, അത് കണ്ടാൽ മതി. വേറെ ഒരു ചാനൽ വേറെ ഒന്നും നോക്കണ്ട, വേറെ ഒരു ക്ലാസ്സുകളും നോക്കണ്ട, ഇത് മാത്രം. അപ്പോൾ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ, 5ന്റെ സ്ക്വയർ എത്രയാണ്? 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്. രണ്ടാമത്തത് 25ന്റെ സ്ക്വയർ നമുക്കറിയാം 25ന്റെ സ്ക്വയർ ഡെയിലി എഴുതുന്നതാണ് 625. അടുത്ത മൂന്നാമത്തെ നമ്മൾ 35ന്റെ സ്ക്വയർ നമ്മൾ ഡെയിലി എഴുതുന്നതാണ് 1225. അങ്ങനെ നമുക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്, നമ്മൾ 45ന്റെ സ്ക്വയർ, അതേപോലെ 55ന്റെ സ്ക്വയർ, 65ന്റെ സ്ക്വയർ. അപ്പം ഇങ്ങനെ സ്ക്വയർ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ പറയാൻ പറ്റും? അപ്പോൾ ഇവിടെ 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25, ഇത് 5 × 5 നമുക്കറിയാം. ഇനി 25ന്റെ സ്ക്വയർ ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതെങ്ങനെ എഴുതുന്നത്? 25ന്റെ സ്ക്വയർ നമ്മളൊരു ഷോർട്ട് കട്ട് ഉണ്ട്. 5 അവസാനിക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ത് തന്നെ ആയിരിക്കും? 25 തന്നെ ആയിരിക്കും. ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാസ്റ്റ് 2 ഡിജിറ്റ് 25 തന്നെയാണ്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത നമ്പർ. ഇപ്പൊ ഇവിടെ 2 ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 3 ആണ്. ഇപ്പൊ 2നെ എന്ത് ചെയ്യാം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടി? 2 × 3 6 ആണ്. നമ്മൾ എന്ത് ചെയ്യുക? 6 അവിടെ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 625 വന്നത്. ഇനി 35ന്റെ സ്ക്വയർ വേണമെങ്കിൽ 5 അവസാനിക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്താണ്? 25 ആണ്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 3 ആണ് ഇവിടെ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യുക? തൊട്ടടുത്ത നമ്പർ 4 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 3 × 4 12, 35 സ്ക്വയർ 12 25. 45ന്റെ സ്ക്വയർ വരുമ്പോൾ 5ലാണ് അവസാനിക്കുന്നതുകൊണ്ട് അവസാനത്തെ 2 ഡിജിറ്റ് 25 ആണ്. ഇനി 4 ആയതുകൊണ്ട് 4 × 5 4 20 എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം 20 25. 55 സ്ക്വയർ ആണെങ്കിൽ 5ൽ അവസാനിക്കുന്നതുകൊണ്ട് 25 ആണ്. 5 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ എത്രയാണ്? 6 ആണ്. 5 × 6 മൾട്ടിപ്ലൈ ആയിട്ട് ഇവിടെ എഴുതുക 30 25. 65 സ്ക്വയർ ആണെങ്കിൽ 5ൽ അവസാനിക്കുന്നതുകൊണ്ട് 25 ആണ്. സ്വന്തമായിട്ട് എഴുതി നോക്കാം. അപ്പോൾ 6 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ 7 ആണ്. 6 × 7 42 42 25. ഇനിയിപ്പോൾ 75ന്റെ സ്ക്വയർ നിങ്ങൾ സ്വന്തമായിട്ട് പറയാമോ? 75ന്റെ സ്ക്വയർ 85ന്റെ സ്ക്വയർ 95ന്റെ സ്ക്വയർ 115ന്റെ സ്ക്വയർ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാമോ? 75ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 ആയതുകൊണ്ട് ഇവിടെ എല്ലാം 25 ആണ്. 7 ഗുണം അടുത്ത നമ്പർ 7 8 50. ഡെയിലി എഴുതുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. 5ന്റെ സ്ക്വയർ ആയതുകൊണ്ട് 25. അപ്പോൾ നിങ്ങൾക്ക് മാത്സ് എത്ര പാടായാലും ഡെയിലി ആ കാൽക്കുലേഷൻ എക്സസൈസ് മുടങ്ങാതെ ചെയ്യാം. ഇപ്പോൾ 8 ആണെങ്കിൽ അടുത്ത നമ്പർ 9. ഓക്കെ, 8 × 9 72 25.
ഇനി 95 സ്ക്വയർ ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 25 9 ഗുണം നെക്സ്റ്റ് നമ്പർ 9 ഗുണം 10 90 90 25. അടുത്ത 115 സ്ക്വയർ ആണെങ്കിൽ 5 അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 25. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 25 കിട്ടും. ഈ 11 ബാക്കിയുള്ള നമ്പർ എങ്കിൽ 11 ഗുണം 12 132. ഇപ്പൊ 132 25. ഇങ്ങനെ ഏത് വേണമെങ്കിലും ഇനിയിപ്പോൾ 105ന്റെ സ്ക്വയർ വേണമെങ്കിൽ 5ന്റെ സ്ക്വയർ നമുക്ക് 25 ഉണ്ട്. അടുത്ത 10 ആണുള്ളത്. 10 ഗുണം നെക്സ്റ്റ് നമ്പർ 11 10 ഗുണം 11 110 110 25. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇനി 125 സ്ക്വയർ കാണാതെ പഠിക്കേണ്ട സ്ക്വയർ ആണോ. 125 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ 25 അടുത്ത് 12 ഗുണം 13 156. 156 25 125ന്റെ സ്ക്വയർ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു നമ്പറാണ് കേട്ടോ 125ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി നിങ്ങൾക്ക് 75ന്റെ സ്ക്വയർ കിട്ടി. 75ന്റെ സ്ക്വയർ അറിയാം 8 7 56 25. ഇനി 76ന്റെ സ്ക്വയർ ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം 75 76 കൂട്ടാം 151 അത് കൂട്ടാം 50 ഇത് 76 ഇത് 57 57 76. ഇനി 77ന്റെ സ്ക്വയർ പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ 76 77 153 153 കൂട്ടാം 126 129 1 58 1 59 29. ഇനി 78ന്റെ സ്ക്വയർ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് എന്ത് ചെയ്യാം എത്ര സ്ക്വയർ വേണമെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ 78 77 ഒരുപാട് ടൈം എടുക്കുന്നതാണ്. പക്ഷേ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി ആ ഒരു സ്ക്വയർ ക്യൂബിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ്. 77 78 ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക 77 78 കൂട്ടുക 155 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും 79 84 60 84. അടുത്ത 79ന്റെ സ്ക്വയർ 79ന്റെ സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ 78 + 79 156 157 84 57. ഞാൻ കൂട്ടുന്നതൊക്കെ കണ്ടോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനാണ്. ഇങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റും. 84 134 141 1 61 1 62 62 41. 80ന്റെ സ്ക്വയർ നമുക്കറിയാം 6400 എന്നറിയാം. 80 79 159 കൂട്ടാം 2 0 64 0. ഇങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും എന്ത് ചെയ്യാം. 75ന്റെ സ്ക്വയർ 59 29. യെസ്, ഈ ഒരു പ്രോപ്പർട്ടി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 80ന്റെ സ്ക്വയർ അങ്ങനെ ചെയ്യാം. 80ന്റെ സ്ക്വയർ 81ന്റെ സ്ക്വയർ 82ന്റെ സ്ക്വയർ അങ്ങനെ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് ആൻസർ പറയാം. 80ന്റെ സ്ക്വയർ നമുക്കറിയാം 6400. 81ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6400ന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം 80 81 161 കൂട്ടണം 6561. അപ്പോൾ അങ്ങനെ നിങ്ങൾ എനിക്ക് 82ന്റെ സ്ക്വയർ 83ന്റെ സ്ക്വയർ 84ന്റെ സ്ക്വയർ 85 സ്ക്വയർ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 8 × 9 72 25. അടുത്ത 86ന്റെ സ്ക്വയർ ജസ്റ്റ് നിങ്ങളുടെ കാൽക്കുലേഷനൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയുള്ളൊരു ടാസ്ക് ആണെന്ന് വിചാരിച്ചാൽ 82ന്റെ സ്ക്വയർ 89ന്റെ സ്ക്വയർ. ഈ ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട്. ഇത് അതേപോലെ തന്നെ ഫോളോ ചെയ്യാം. ഇത് കമൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കമൻ്റായിട്ട് പറയണം. ഇതിൻ്റെയൊക്കെ സ്ക്വയർ ഈ ഒരു മെത്തേഡിൽ കണ്ടുപിടിച്ച് വേറെ മെത്തേഡിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. എന്ത് ചെയ്യുക ഇതൊന്ന് കണ്ടുപിടിച്ച് പറയുക ഈ രീതിയിൽ. ഇനി നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള കുറച്ച് എളുപ്പവഴി പറഞ്ഞു. ബേസ് 100 ആണെങ്കിൽ ബേസ് നമ്മുടെ നമ്പറിൻ്റെ അത് എന്താണെന്ന് പറഞ്ഞുതരാം. ബേസ് 100 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം. അപ്പോൾ ബേസ് 100 എന്ന് പറഞ്ഞാൽ നമുക്ക് 80 മുതൽ 130 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ വേഗത്തിൽ കണ്ടുപിടിക്കാനുള്ള ട്രിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് 104ന്റെ സ്ക്വയർ ആണെന്ന് വെച്ചോ. 104ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ 104 × 104 ആണ്. അപ്പോൾ നമ്മൾ നോർമൽ മൾട്ടിപ്ലൈ നിന്നാൽ 104 × 4 മൾട്ടിപ്ലൈ ചെയ്യുക. അത് നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാൽക്കുലേഷൻ സ്പീഡിലുള്ളവരാണ്. 416 6 എഴുതുക 41 104 × 0 0 ആണ് 41 0 41 41 അങ്ങനെ 1 എഴുതി ശിഷ്ടം 4 104 4 108 108 16 ആണ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം. പക്ഷെ നമുക്കിത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ 104ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100ന്റെ കൂടെ 4 കൂടുതലാണ്. അപ്പോൾ 4ന്റെ സ്ക്വയർ 16 104ന്റെ കൂടെ 4 കൂട്ടി 108 16 ഇങ്ങനെ എഴുതാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 105ന്റെ സ്ക്വയർ അപ്പോൾ 105ന്റെ സ്ക്വയർ ആണെങ്കിൽ 100നേക്കാളും എത്ര കൂടുതലാണെന്ന് നോക്കുക. അപ്പോൾ 80 മുതൽ 130 വരെയുള്ള നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ബേസ് 100ന്റെ അടുത്തുള്ള നമ്പറുമായിട്ട് അതിനെ കമ്പയർ ചെയ്യും. അതായത് 100ന്റെ കൂടെ എത്രയാണ് കൂടുതൽ നോക്കുക. ഇപ്പോൾ 105ന്റെ സ്ക്വയർ ആണെങ്കിൽ 100ന്റെ കൂടെ എത്ര കൂടുതൽ 5 ആണ് കൂടുതൽ. അപ്പോൾ ആ 5ന്റെ എത്രയാണോ കൂടുതൽ അതിൻ്റെ സ്ക്വയർ എഴുതുക. 105ന്റെ സ്ക്വയർ 25 ആണ്. ഇപ്പോൾ 2 ഡിജിറ്റ് എത്രയാണോ അത് എഴുതുക. 3 ഡിജിറ്റ് ആണ് സ്ക്വയർ വരുന്നതെങ്കിൽ അത് ബാക്കി ശിഷ്ടമായിട്ട് വെക്കുക. പിന്നെ ഇവിടെ അടുത്ത നമ്പർ ഇവിടെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 100ന്റെ കൂടെ 5 ആണ് കൂടുതൽ. അപ്പം ഈ നമ്പർ എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂടെ 100ന്റെ കൂടെ എത്രയാണോ കൂടുതൽ ആ വാല്യൂ കൂടെ കൂട്ടി എഴുതുക. അപ്പോൾ 105ന്റെ കൂടെ 5 കൂട്ടി എത്ര വന്നു ഇവിടെ 110 25. മറ്റേ രീതി ചെയ്താൽ 25 11 × 10 110. 104ന്റെ സ്ക്വയർ എഴുതിയത് എങ്ങനെയാ 100ന്റെ കൂടെ 4 കൂടുതലാണ്. അപ്പോൾ 4ന്റെ സ്ക്വയർ 16 എന്ത് ചെയ്തു നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിട്ട് എഴുതി. എന്നിട്ട് എത്രയാണോ നമ്പർ 104 ആണ് നമ്പർ അതിൻ്റെ കൂടെ 100ന്റെ കൂടെ എത്രയാണോ കൂടുതലുള്ളത് അതെന്ത് ചെയ്തു ആഡ് ചെയ്തു. അപ്പോൾ 104 4 108 16.
പിന്നെ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ തരട്ടെ. 107ന്റെ സ്ക്വയർ, അതേപോലെ 108ന്റെ സ്ക്വയർ. അപ്പോൾ 107ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 100ന്റെ അടുത്താണ്, 100ന്റെ കൂടെ 7 കൂടുതലാണ്. ഇപ്പോൾ 7ന്റെ സ്ക്വയർ 49. നമ്മൾ 2 ഡിജിറ്റ് എഴുതി. എന്നിട്ട് നമ്മുടെ ഇവിടെ എഴുതുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 107ന്റെ കൂടെ എത്രയാണോ 100ന്റെ കൂടെ കൂടുതൽ, 7 കൂടുതൽ. അപ്പോൾ 107 7 114 49 ആയിരിക്കും 107ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അടുത്ത 108ന്റെ സ്ക്വയർ ആണെങ്കിൽ 8ന്റെ സ്ക്വയർ 100നേക്കാൾ 8 കൂടുതലാണ്. 8ന്റെ സ്ക്വയർ 64. 108ന്റെ കൂടെ 8 കൂട്ടുക. എത്രയാണോ 100ന്റെ കൂടെ കൂടുതലുള്ളത് അത് ഈ നമ്പറിൻ്റെ കൂടെ കൂട്ടുക. 108 വിട്ടും 116. 116 64 നമ്മുടെ 108ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ കുറച്ച് 2-3 എക്സാമ്പിൾ തരാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. 112ന്റെ സ്ക്വയർ, അതേപോലെ 114ന്റെ സ്ക്വയർ, അതേപോലെ 121ന്റെ സ്ക്വയർ. 112ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100നേക്കാളും 12 കൂടുതൽ 12ന്റെ സ്ക്വയർ എടുക്കുക, 144. അതുകൊണ്ടാണ് ആ അത്രയും സ്ക്വയർ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ 144ന് 2 ഡീറ്റ് എഴുതാവും. 44 എഴുതി ശിഷ്ടം എത്രയാണ്? 1. ഇനി 112ന്റെ കൂടെ 100ന്റെ കൂടെ കൂടുതലുള്ള എത്രയാണ്? 12 12 കൂട്ടുക. 112 12 124. ആ 124ന്റെ കൂടെ ശിഷ്ടം കൂടെ കൂട്ടി 125 44 112ന്റെ സ്ക്വയർ. 114ന്റെ സ്ക്വയർ 100ന്റെ കൂടെ 14 കൂടുതൽ 14ന്റെ സ്ക്വയർ 196. 96 എഴുതി ശിഷ്ടം 1. 114 ആണുള്ളത്. അതിൻ്റെ കൂടെ 100ന്റെ കൂടെ 14 ആണുള്ളത്. അപ്പോൾ 114 14 128 128 129. 1 പറഞ്ഞാൽ ഇവിടുത്തെ ശിഷ്ടമാണ്. 129 96. 121ന്റെ സ്ക്വയർ ചോദിച്ചാൽ 100ന്റെ 21 കൂടുതൽ 21ന്റെ സ്ക്വയർ 441 41 എഴുതി ശിഷ്ടം 4 ഉണ്ട്. 121ന്റെ കൂടെ എത്ര കൂട്ടണം? 100ന്റെ കൂടെ കൂടുതലായ 21 കൂട്ടണം. അപ്പോൾ 121 21 142 142 4 146. അപ്പോൾ 121ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും നമുക്ക്? 146 41. ഇത് മറ്റേ രീതിയിലും കണ്ടുപിടിക്കാം. 121ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 120ന്റെ സ്ക്വയർ 147 0 0 അതിൻ്റെ കൂടെ 120 121 120 141 എത്ര? 241 കൂട്ടുക. ഇവിടെ 41 146. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും തെറ്റല്ല, എല്ലാം സെറ്റാണ്. അത് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണമെന്ന് മാത്രം. ഓക്കെ. ഇനി 80 മുതൽ 130 വരെയുള്ള നമ്പറിനകത്ത് 100ൽ കുറവുള്ളത് ഇത്രയും നേരം നമ്മൾ 100നേക്കാളും കൂടുതലുള്ളതാണ്. അപ്പോൾ 100ൽ കുറവുള്ള നമ്പേഴ്സ് ഇപ്പോൾ 96ന്റെ സ്ക്വയർ വേണം, അല്ലെങ്കിൽ 84ന്റെ സ്ക്വയർ വേണം, അല്ലെങ്കിൽ 94ന്റെ സ്ക്വയർ വേണം, അല്ലെങ്കിൽ 89ന്റെ സ്ക്വയർ വേണം. അപ്പോൾ ഈ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ 96ന്റെ സ്ക്വയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 100നേക്കാളും എത്രയാണ് കുറവെന്ന് നോക്കുക. 100നേക്കാളും 4 കുറവ്. അപ്പോൾ 4ന്റെ സ്ക്വയർ എഴുതി അതേപോലെ 16. ഇനി ഇവിടെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 100നേക്കാളും 4 കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയുള്ള നമ്പർ എഴുതുക. നേരത്തെ കൂടുതലാണെങ്കിൽ അത് കൂട്ടുമായിരുന്നു. ഇവിടെ കുറവായതുകൊണ്ട് എന്ത് ചെയ്യണം? ആ നമ്പറിൽ നിന്ന് എത്രയാണോ 100ൽ കുറവുള്ളത് അതെന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇപ്പോൾ 96 - 4 ഇവിടെ എന്ത് വരും? 92 വരും. അപ്പോൾ 92 16 നമ്മുടെ 96 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ. അത് നമുക്ക് വേറെ രീതി കണ്ടുപിടിക്കാം. 95ന്റെ സ്ക്വയർ എത്ര? 95 സ്ക്വയർ 9 8 70 9 × 10 90 25. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 96ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 95ന്റെ സ്ക്വയറിൻ്റെ കൂടെ 95 96 ഇതാണ് 191 കൂട്ടാം. അപ്പോൾ എത്ര വരും? 116 ശിഷ്ടം 1 92 അങ്ങനെ ചെയ്യും. 84ന്റെ സ്ക്വയർ ഇപ്പോൾ 100നേക്കായി എത്ര കുറവ്? 16 കുറവാണ്. അപ്പോൾ 16ന്റെ സ്ക്വയർ എടുക്കുക. 16ന്റെ സ്ക്വയർ എടുക്കുക. 256 56 എഴുതി ശിഷ്ടം 2. ഇനി 100നേക്കായി 16 കുറവാണ്. ഇപ്പോൾ 84ന് എന്ത് ചെയ്യണം? 16 കുറയ്ക്കണം. 84 16 പോയാൽ 68. 68ന്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു ശിഷ്ടം 2 ഉണ്ട്. അപ്പോൾ 68 + 2 70 നമ്മൾ ഇപ്പുറത്തോട്ട് എഴുതണം. 84ന്റെ സ്ക്വയറിലാണ് 70 56. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 94ന്റെ സ്ക്വയർ ഇപ്പോൾ 100നേക്കായി 6 കുറവാണ്. അപ്പോൾ 6 കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? 36. 6ന്റെ സ്ക്വയർ 36 എഴുതി. പിന്നെ 94ൽ നിന്ന് എന്ത് ചെയ്യണം? ഇത്രയാണ് 100ൽ നിന്ന് കുറവ്, അത് കുറയ്ക്കുക. 94 - 6 ആണ് 88 88 36. 89ന്റെ സ്ക്വയർ 100ൽ നിന്ന് 11 കുറവാണ്. 11ന്റെ സ്ക്വയർ 121 ശിഷ്ടം എത്രയാണ്? 1. ഇപ്പോൾ 89ൽ നിന്ന് എന്ത് ചെയ്യണം? ആ ഒരു 11 കുറയ്ക്കണം. 78. 78ൻ്റെ കൂടെ ഈ ഒരു ശിഷ്ടം കൂടെ കൂട്ടണം. 79. ഇതെല്ലാം മൈൻഡിൽ നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലാക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി ബേസ് 50. ഇപ്പം നമ്മൾ ബേസ് 100ന്റെ പഠിച്ചു. സ്ക്വയർ ആണെന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർത്തത്. ബേസ് 50 50ൻ്റെ അടുത്താണ് ബേസ് വരുന്നതെങ്കിലോ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ബേസ് 50 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 25നെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ബേസ് 100 ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ 100നെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 54ന്റെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 56ന്റെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 53ന്റെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 61ന്റെ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 50ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2500 ആണ്. 51ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 കൂടെ സംതിങ് കൂട്ടുമായിരിക്കും. അപ്പോൾ 49ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2500ൽ കുറവായിരിക്കും അല്ലേ? 50ന്റെ സ്ക്വയർ 2500 ആണെങ്കിൽ 49ന്റെ സ്ക്വയർ അതിലും കുറവായിരിക്കും. ഇവിടെ 54ന്റെ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 50നേക്കായി 4 കൂടുതലാണ്.
4 50-നേക്കാൾ കൂടുതലാണ്, 80-ന്റെ അടുത്താണുള്ളത്. 4 കൂടുതലായതുകൊണ്ട് 4ന്റെ സ്ക്വയർ എത്രയാണോ കൂടുതലുള്ള അതിന്റെ സ്ക്വയർ എഴുതി, 16 എഴുതി. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇവിടുത്തെ കണക്കാക്കുന്ന ആരുമായിട്ടാണ് 25ആയിട്ടാണ് നമ്മൾ കൂട്ടിയോ കുറയ്ക്കുക ചെയ്യുന്നത്. ഇവിടെ 50-ൽ 4 കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 25ന്റെ കൂടെ 4 കൂട്ടണം. 50ന്റെ കൂടെ അല്ല 4 കൂട്ടുന്നത്. ഇവിടെ 54ന്റെ കൂടെ അല്ല 4 കൂട്ടുന്നത്. 58 16 എഴുതി വെക്കരുത്, അത് തെറ്റാണ്. 100 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ അവിടെ 100ന്റെ കൂടെ ആ ഒരു കൂടിയ വാല്യൂ എഴുതത്തുള്ളൂ. ഇവിടെ 50ന്റെ കൂടെ 4 കൂടുതൽ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് എന്താണ്? 25ന്റെ കൂടെ ആ ഒരു കൂടുതലുള്ള സാധനം. കൂടുതലാണെങ്കിൽ കൂടുതൽ എഴുതാം. 25 4 എന്ത് വരും? 29 16. ഞാൻ 56ന്റെ സ്ക്വയർ ആണെങ്കിലോ? 6ന്റെ സ്ക്വയർ 50-നേക്കാൾ 6 കൂടുതലാണ്. 6ന്റെ സ്ക്വയർ 36 അത് എഴുതി. ഇനി ഇവിടുത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 50ന്റെ കൂടെ 6 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 25ന്റെ കൂടെ 6 കൂട്ടി 31 36. ഇനി 53ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 കൂടുതൽ. 3ന്റെ സ്ക്വയർ 9. പക്ഷെ നമ്മൾ 2 ഡിജിറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അത് ശ്രദ്ധിച്ചോണം. വെറും 9 എഴുതരുത്. 53ന്റെ സ്ക്വയർ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ 0 9 എഴുതണം. നമ്മൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ്സ് എന്ത് ചെയ്യണം? എഴുതണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി 53ന്റെ കൂടെ 3 കൂടുതൽ. ഇപ്പോൾ 25ന്റെ കൂടെ എന്ത് ചെയ്യണം? 3 കൂട്ടണം. 28 09 53ന്റെ സ്ക്വയർ. ഇനി 61ന്റെ സ്ക്വയർ നമുക്കറിയാം. 60ന്റെ സ്ക്വയറിൻ്റെ കൂടെ 60 61 കൂട്ടിയാൽ മതി. അല്ലാതെ ചെയ്യുവാണെങ്കിൽ എന്താ? 50ന്റെ കൂടെ 11 കൂടുതലാണ്. അപ്പോൾ 11ന്റെ സ്ക്വയർ 121 ശിഷ്ടം 1 വന്നു. അപ്പോൾ 50ന്റെ കൂടെ 11 കൂടുതലാണ്. അപ്പോൾ 25ന്റെ കൂടെ 11 കൂട്ടണം. 36. അതിൻ്റെ കൂടെ ശിഷ്ടം 1 കൂട്ടി 37. 37 21 61ന്റെ സ്ക്വയർ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറയുവാണ്. 50ൽ നിന്നും കുറയുന്നുള്ള വാല്യൂസ്. 50ൽ നിന്ന് കുറയുള്ള വാല്യൂസ് ഏതാണ്? ഇപ്പം 46ന്റെ സ്ക്വയർ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് എക്സാമിന് സ്വന്തമായിട്ട് ചെയ്യാം. അതേപോലെ 47ന്റെ സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 48ന്റെ സ്ക്വയർ. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ യൂസ് ചെയ്യും. 39ന്റെ സ്ക്വയർ 37ന്റെ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും അറിയാതെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇപ്പം 46ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ 50ൽ നിന്നും എത്ര കുറവാണ്? 4 കുറവാണ്. ആ 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. എന്തിന് എന്ത് ചെയ്യുക? 50ൽ നിന്ന് കുറവായതുകൊണ്ട് 25ൽ നിന്ന് എന്ത് ചെയ്യുക? കുറയ്ക്കുക. 25ൻ്റെ നിന്ന് എന്ത് ചെയ്യുക? 50ൽ നിന്ന് 4 കുറവായതുകൊണ്ട് 25ൽ നിന്ന് 4 കുറയ്ക്കുക. 21 16. 47ന്റെ സ്ക്വയർ എത്രയാണ്? 3 കുറവാണ്. അപ്പോൾ 3ന്റെ സ്ക്വയർ 0 2 ഡിജിറ്റ് എഴുതിക്കോണം എന്തായാലും. എന്നിട്ട് എന്ത് ചെയ്യുക? 25ൽ നിന്ന് 3 കുറയ്ക്കുക. 22 09. 48ന്റെ സ്ക്വയർ 2 കുറവ്. ഇപ്പോൾ 0 4. 2 കുറവ്. 50ൽ നിന്ന് 0 4. 25ൽ നിന്ന് എന്ത് ചെയ്യുക? ആ 2 കുറയ്ക്കുക. 23 04. 48ന്റെ സ്ക്വയർ. 39ന്റെ സ്ക്വയർ 11 കുറവ്. ഇപ്പോൾ 11 ഇത് ഡെയിലി എഴുതുന്നത് 1521. 11 കുറവായതുകൊണ്ട് 121. 11 കുറവാണ്. 11ന്റെ സ്ക്വയർ 121. 21 എഴുതി. ശിഷ്ടം 1. അപ്പോൾ 25ൽ നിന്ന് എന്ത് ചെയ്യുക? എത്രയാണ് കുറവ്? 11 കുറവ്. 25 - 11 14. 14 1 15. ഈ ശിഷ്ടം 1 കൂട്ടി 15 21. 37ന്റെ സ്ക്വയർ 13 കുറവ്. അപ്പോൾ 169. ശിഷ്ടം 1. 13ന്റെ സ്ക്വയർ. ഇപ്പോൾ 25ൽ നിന്ന് 13 കുറയ്ക്കുക. 12 12 1 13. 1369. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ ക്ലാസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നു. കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, ഡിവിഷൻ എങ്ങനെയാണ്, കോഞ്ചുഗേറ്റ് എന്താണ്, നമ്പേഴ്സ് എന്താണ്, പോയിന്റ് കൂട്ടുന്നത് എങ്ങനെയാണ്, ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, ഫ്രാക്ഷൻ കൂട്ടുന്നത് എങ്ങനെയാണ്, LCM കൂട്ടുന്നത് എങ്ങനെയാണ്, എല്ലാം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. അതുപോലെ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള വീഡിയോ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? സ്ക്വയർ പഠിച്ചു. സ്ക്വയർ എങ്ങനെയാണ് വേഗം കണ്ടുപിടിക്കുന്നത്, കുറേ വലിയ നമ്പേഴ്സിൻ്റെ ഒക്കെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അപ്പോൾ ഇത്ര മതി. വലിയ 957ന്റെ സ്ക്വയർ അതൊന്നും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ആവശ്യമില്ല. ആവശ്യമുള്ളത് മാത്രം നമുക്ക് പഠിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചാപ്റ്റേഴ്സിലോട്ട് എന്ത് ചെയ്തു? കടന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്വയർ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യൂബ് എങ്ങനെയാണ് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ക്യൂബിൻ്റെ പഠിക്കും. ക്യൂബ് റൂട്ട് എന്താ ചെയ്യുന്നത് പഠിക്കും. അതേപോലെ സ്ക്വയർ റൂട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ആ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ബേസിക് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടൂടെ നിങ്ങളെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ കുറച്ച് എക്സാമ്പിൾ കഴിഞ്ഞ ആ ഒരു ക്ലാസ് കണ്ടതിൻ്റെ പ്രാക്ടീസ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ സിസ്റ്റം എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടാവുന്നത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഒരു ക്ലാസ് പോലും ഞാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. എന്ത് വന്നാലും വെറുതെ ക്ലാസ് ഞാൻ തരില്ല. തരുന്ന ക്ലാസ് നല്ല ക്വാളിറ്റിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? തരത്തുള്ളൂ. ഇങ്ങനെ ഒരു സീരീസ് നിങ്ങൾക്ക് SSC GD അതേപോലെ MTS എക്സാമിന് പഠിക്കുന്നവരാണെങ്കിൽ, ബാക്കി എക്സാം പഠിക്കുന്നവർക്കും കാണാം, എല്ലാവർക്കും കാണാം. അവർക്ക് വേണ്ടി ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്സും അതുപോലെ ഇംഗ്ലീഷും നിങ്ങൾക്ക് ഞാൻ ഫുൾ മാർക്ക് വാങ്ങാനുള്ള സാധനം തരുമെന്ന് ഞാൻ തന്നിരിക്കും. ഓക്കെ. മാത്സും ഇംഗ്ലീഷും അപ്പോൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് തുടങ്ങിയാലേ കാര്യമുള്ളൂ. മാത്സും ഇംഗ്ലീഷും. ഓക്കെ. ഇപ്പം ഇംഗ്ലീഷ് ഓൾറെഡി 3 ക്ലാസ് ആയിട്ടുണ്ട്. മാത്സിൻ്റെ ഓൾറെഡി 5 ക്ലാസ് ആയിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോകും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കി എക്സാം പഠിക്കുന്നവർക്കുള്ള ക്ലാസ്സുകളും ഓൾറെഡി ഉണ്ട്. ഒലിവ് ബോർഡിൻ്റെ CGL ലൈവ് നോക്കുക. അത് ഞാൻ ചെയ്യും സെറ്റാക്കും. ഓക്കെ. യെസ്. ഏകലവ്യ ബാച്ചിൻ്റെ ക്ലാസ് ഞാൻ മറന്നിട്ടുള്ളതല്ല.
ജിയോമെട്രിയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകലവ്യ ബാച്ചിലെ. അതും കംപ്ലീറ്റ് ആക്കും. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യും സെറ്റ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം പഠിക്കാം. ഇടുന്ന ക്ലാസ് എല്ലാം വീണ്ടും വീണ്ടും കണ്ട് പഠിക്കാം. നിങ്ങളുടെ വ്യൂ നോക്കുന്ന സമയത്താണ് എനിക്ക് വിഷമം വരുന്നത്. നല്ലതായിട്ട് ഉള്ള ക്ലാസ് പോലും വ്യൂസ് കുറവാണ്. നിങ്ങൾ പഠിക്കാം. ഓക്കെ, ബൈ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം.